പാതിവില തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ സംസ്ഥാനത്തെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തട്ടിപ്പിന്റെ വിഹിതം നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് പല നേതാക്കന്മാർക്കും പണം കൈമാറിയിട്ടുണ്ടെന്ന് അനന്തകൃഷ്ണൻ സമ്മതിച്ചത്. സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് 2 കോടി രൂപ കൈമാറിയെന്നാണ് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നത്. അതുപോലെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ കൈമാറിയെന്നും മറ്റു പല ആവശ്യങ്ങൾക്കായി 1.5 കോടി രൂപ കൈമാറിയെന്നും ആലുവ പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിൽ അനന്തകൃഷ്ണൻ സമ്മതിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർക്ക് പണം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പേഴ്സണൽ സ്റ്റാഫുകൾ വഴിയാണ് കൈമാറിയിട്ടുള്ളതെന്നും പല ഇടപാടുകളും സഹകരണ ബാങ്കുകൾ വഴിയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്. ഈ അനന്തകൃഷ്ണന്റെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് പണം കൈമാറി എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് നൽകിയ 46 ലക്ഷം രൂപയുടെ കണക്കുകളും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അനന്തകൃഷ്ണനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി മൂവാറ്റുപുഴ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. കോടിക്കണക്കിന് രൂപ താൻ സമാഹരിച്ചുവെന്നും എന്നാൽ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നുമാണ് ഇപ്പോഴും അനന്തകൃഷ്ണൻ പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. പല ഉപകരണങ്ങൾ, സ്കൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനാണ് പിരിച്ചെടുത്ത തുകയുടെ വലിയൊരു ഭാഗം ആദ്യം മുടക്കിയതെന്നും മറ്റ് ഇടപാടുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണെന്നും തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും അനന്തകൃഷ്ണൻ പോലീസിനോട് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുക്കുന്നില്ല. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ അനന്തകൃഷ്ണൻ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നും അന്യ സംസ്ഥാനങ്ങളിൽ ബിസിനസ് നടത്താൻ ശ്രമിച്ചിരുന്നുവെന്നും വലിയ നിക്ഷേപങ്ങൾ ഈ ബിസിനസ്സിലേക്ക് നടത്താനിരിക്കവെയാണ് അറസ്റ്റിലായതെന്നുമാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും മറ്റു ഉൽപ്പന്നങ്ങളും നൽകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, വലിയ പരസ്യം നൽകിക്കൊണ്ടായിരുന്നു അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പദ്ധതിയുടെ കേരളത്തിലെ കോർഡിനേറ്ററാണ് എന്നൊക്കെയായിരുന്നു അനന്തകൃഷ്ണൻ പലരെയും ധരിപ്പിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരസ്യങ്ങൾ നൽകി, മാധ്യമ വാർത്തകൾ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂട്ടത്തോടെ പണം നിക്ഷേപിച്ചു. ഈ നിക്ഷേപിച്ച പണമെല്ലാം തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക്, സ്വകാര്യ ആവശ്യങ്ങൾക്ക് അനന്തകൃഷ്ണൻ ഉപയോഗിച്ചു എന്നാണ് കേരള പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വമ്പൻ തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്നും ഈ തട്ടിപ്പിൻ്റെ വിഹിതം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും നേതാക്കന്മാർക്ക് നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് കൂടിയാണ് ഇത്രയും കാലം തട്ടിപ്പ് നടത്തിയിട്ടും അനന്തകൃഷ്ണൻ പിടിക്കപ്പെടാതിരുന്നതെന്നുമാണ് ഇപ്പോൾ പോലീസ് കണക്കൂട്ടുന്നത്. എന്തായാലും കേരളം കണ്ട മറ്റൊരു വലിയ തട്ടിപ്പിൻ്റെ ചുരുളാണ് ഇപ്പോൾ അഴിഞ്ഞു വരുന്നത്. എത്ര കോടി രൂപ ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു കൃത്യതയില്ല. 200-300 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ള ചില ഊഹാപോഹങ്ങളാണ് പുറത്തു വരുന്നത്. അനന്തകൃഷ്ണന്റെ വാട്സപ്പ് ചാറ്റ്, വോയിസ് മെസ്സേജുകൾ എന്നിവ അന്വേഷണ സംഘം പരിശോധിച്ചു. നിരവധി പേർക്ക് പണം നൽകിയതിൻ്റെ തെളിവുകൾ ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും ഈരാറ്റുപേട്ടയിലുമായി 5 ഇടങ്ങളിലാണ് അനന്തകൃഷ്ണൻ ഭൂമി വാങ്ങിയത്. കുടയത്തൂരിൽ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്നും അനന്തകൃഷ്ണൻ വെളിപ്പെടുത്തി. ആലുവ പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ സ്റ്റേഷനിലെത്തിച്ചു. അടുത്ത ദിവസം ഇയാളെ ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവ് ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന് നീക്കം. ബിനാമി അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ടോ ബിനാമി അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ടോ എന്നതടക്കം മനസ്സിലാക്കാൻ അനന്തുവിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും. അതേസമയം തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാകുന്നത് വരെയായിരുന്നു അറസ്റ്റ് തടഞ്ഞത്. അനന്തകൃഷ്ണൻ 1-ാം പ്രതിയായ കേസിൽ 7-ാം പ്രതിയായിട്ടാണ് ലാലി വിൻസെന്റിനെ ചേർത്തിരിക്കുന്നത്. ലാലി വിൻസെന്റിനെതിരായ ആക്ഷേപം ഗൗരവതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അടുത്ത ദിവസം വിശദമായ വാദം കേൾക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.